നമസ്കാരം, myself Dr. Neeraj, consultant psychiatrist, Apollo Adlex Hospitals, Angamali. നമസ്കാരം, myself Maria Babusi, consultant clinical psychologist from Apollo Adlex Hospital, Angamali. സൂസൈഡ് പ്രിവെൻഷൻ ഡേ അഥവാ ആത്മഹത്യ പ്രതിരോധ ദിനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു കാലഘട്ടം, അതായത് ഒരു 2020 തൊട്ടിട്ട്, അതായത് കോവിഡിന് ശേഷം എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ് മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് സൂസൈഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആക്കുന്നത് നോക്കി കഴിഞ്ഞാൽ, ലോകത്തിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 7 ലക്ഷം ആൾക്കാർ പ്രതിവർഷം സൂസൈഡ് കാരണം മരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വലിയൊരു എമൗണ്ട് ആണ്. ഇപ്പം ഇന്ത്യയും അത്ര മോശമല്ല. ഇന്ത്യയിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രതിവർഷം 1,70,70,000 ആൾക്കാർ സൂസൈഡ് എന്ന കാരണത്താൽ മരണപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ഒരു കണക്കുകളുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മരിക്കുന്നത് ഇന്ത്യയിൽ 20 പേര് ആണ് സൂസൈഡിൽ. അപ്പോൾ നമ്മുടെ കണക്കുകൾ പറയുന്നത് വെച്ചാൽ ഓരോ മിനിറ്റിലും 3 പേര് ഒരു സൂസൈഡ് അറ്റംപ്റ്റിന് ഇരയാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരാൾ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 പേര് അതിൻ്റെ പുറകെ അല്ലെങ്കിൽ ഒരാൾ ഒരു സൂസൈഡ് ഡെത്ത് ബൈ സൂസൈഡ് അവിടെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ദർ ആർ 20 അറ്റംപ്റ്റ്സ് ദാറ്റ് ഈസ് ഹാപ്പനിങ് എന്നുള്ളതാണ്. അപ്പോൾ യൂത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക ആക്സിഡൻസ് ആണ് ഏറ്റവും നമ്പർ 1 കോസ് ഓഫ് ഡെത്ത്. പക്ഷേ നമ്മുടെ കണക്കുകൾ പറയുന്നത് നമ്മൾ 2030 എത്തുമ്പോഴേക്കും സൂസൈഡ് വിൽ എമർജസ് വൺ ഓഫ് ദ ടോപ്പ് 1 കോസസ് ഓഫ് ഡെത്ത് എമംഗ്സ്റ്റ് യൂത്ത് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് WHO അല്ലെങ്കിൽ ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂസൈഡ് പ്രിവെൻഷൻ ഈ ഒരു ദിവസത്തിന് ഇത്രയധികം പ്രത്യേകതയും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പറ്റുക? അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷത്തെ 2024 തീം എന്താണ്? ഈ വർഷം ഓരോ വർഷവും സൂയിസൈഡ് പ്രിവെൻഷൻ ഡേക്ക് ഓരോ സ്റ്റിഗ്മയാണ് നമ്മൾ ഓവർകം ചെയ്യുന്നത്. സോ ഈ ഒരു വർഷം വരുന്നത് ചേഞ്ചിങ് ദി നരേറ്റീവ് ഓൺ സൂയിസൈഡ്, വിച്ച് മീൻസ് സ്റ്റാർട്ട് ദി കോൺവെർസേഷൻ. അതായത് ഒരു വ്യക്തി ആത്മഹത്യയ്ക്ക് വേണ്ടി മുൻകരുതുമ്പോൾ, നമ്മുടെ അടുത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ വേറൊരു വ്യക്തി ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ സ്പീക്കപ്പ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ഡെത്ത്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഈ വർഷത്തെ മെയിൻ ഒരു തീം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളെല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജീവിതം അടുത്തു എന്ന് തോന്നാത്തതായിട്ട് നമ്മൾ ആരുമില്ല, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ഇവർ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു ആൾ ജീവിതം അടുത്തു എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുക? ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾക്ക് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഐഡൻറ്റിഫൈ ദാറ്റ് പേഴ്സൺസ് ചേഞ്ചസ്. ഒരു പക്ഷേ ഒത്തിരിയേറെ പൊട്ടൻഷ്യലോട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നിട്ടുണ്ടാവാം. ആ വ്യക്തിയിൽ വന്ന ഉൾവലിഞ്ഞ സ്വഭാവങ്ങൾ, വർക്കിലുണ്ടായിരിക്കുന്ന ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് നല്ലൊരു ക്വാളിറ്റിയുള്ള വ്യക്തിയായിരിക്കുന്നു, മറ്റുള്ളവരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, സംസാരം കുറഞ്ഞു, ഒത്തിരി ഗ്ലൂമിയായി. ആക്റ്റീവായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇൻട്രോവേർട്ട് ആയ പോലെ നമുക്ക് തോന്നുന്നു. അതായത് ആ വ്യക്തിയുടെ ഒരു പ്രസൻസ് തന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ, പെട്ടെന്ന് ഇതുപോലെ സബ്സ്റ്റൻസ് യൂസിലോട്ടൊക്കെ അകപ്പെടുക, ഓഫീസിലൊന്നും വരാതിരിക്കുക, അതെ അതെ. ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, പല തോട്ട്സും ആയിരിക്കും ആ വ്യക്തിയിൽ. അപ്പൊ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അവര് എപ്പോഴും ഓഫീസിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നമ്മൾ പറയാ നിങ്ങൾക്ക് എന്തിന്റെ കുറവാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ വേണം വെച്ച് കാണിക്കില്ലേ എന്നൊക്കെ പലപ്പോഴും ചോദിക്കാറില്ലേ? അത് ശരിയാണോ? ഒരിക്കലും അല്ല. കാരണം ഓരോ വ്യക്തികളും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അവർക്കത് ഏറ്റെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ, എല്ലാ വ്യക്തികൾക്കും എല്ലാ പ്രശ്നങ്ങളും അതിജീവിക്കാൻ സാധിക്കണമെന്നില്ല. മറ്റുള്ളവർക്ക് സഹായം ഉണ്ടെങ്കിൽ ഒന്ന് കൈ പിടിച്ചുയർത്താൻ നമുക്ക് അവരെ ഈ തരത്തിലുള്ള ആത്മഹത്യാ പ്രവണതകൾ നമുക്ക് മാറ്റിക്കൊണ്ടുവരാം. എല്ലാവരും ഇതുപോലെ ഗ്ലൂമി ആയിരിക്കണമെന്നില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിലൊക്കെ പെട്ടെന്നായിരിക്കും വളരെ ആക്റ്റീവായിരുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. അതായത് എനിക്ക് സമൂഹത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ എല്ലാവരും പറയാ ഒരു ഡിപ്രഷനാണ് ഏറ്റവും വലിയ സൂസൈഡിന് കാരണം എന്നുള്ളത്. പക്ഷെ അതല്ല. ഏത് ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അത് ഡിപ്രഷൻ, ബൈപ്പോളർ ഡിസോർഡർ, സ്കിസോഫ്രീനിയ അതായിക്കോട്ടെ, അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു സ്ട്രെസ് ആയിക്കോട്ടെ, ഇതിലോട്ട് വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും, അതായത് നമുക്ക് ആർക്കും മരിക്കാൻ ഇഷ്ടമല്ല,
പക്ഷേ ഒരു മരണം നമുക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് മരിക്കണം തോന്നിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും താഴ്ന്നൊരവസ്ഥയിലാണ് നമ്മൾ ആ സമയത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ഒരു ആൾക്ക്, ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ സ്വമേധയാ ഹെൽപ്പ് സീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു വ്യക്തിയെ ശരിക്കും ഫസ്റ്റ് തിങ് എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സമയം കൊടുക്കുക, നോൺ ജഡ്ജ്മെന്റലായിട്ട് അവരെ കേൾക്കുക എന്നുള്ളത് തന്നെ. ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യുക. അതായത് ആരും ഇല്ല, അവർക്കായിട്ടൊരു സെൽഫ് മോട്ടിവേഷൻ ഇല്ല, സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്നില്ല, അവർക്കൊരു വിഷൻ ഇല്ല. സോ വേറൊരു വ്യക്തി നമ്മളങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ വ്യക്തിയെ ലിസൺ ചെയ്താൽ മതി. കൂടുതലായിട്ട് നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യം, ജസ്റ്റ് ടൈം കൊടുത്താൽ മതി. അതിൽ ഇപ്പോൾ പലപ്പോഴും സൈക്യാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ തന്നെ വേണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഫാമിലിയിൽ തന്നെ, ഫാമിലി മെമ്പേഴ്സിൽ തന്നെ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ, കുട്ടികളുടെ ഇടയിൽ ആ ഒരു വ്യക്തി ഗ്ലൂമി ആയിരിക്കുമ്പോൾ എന്താ വിഷമം, അല്ലെങ്കിൽ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, ഒരു ചോദ്യം നിങ്ങളുടെ കൊളീഗ്സിലേക്ക് അവിടെ കുറച്ച് ഗ്ലൂമി ആയിരിക്കുമ്പോൾ ഈസ് ദർ സംതിങ് ഗോയിങ് റോങ്, ഹൗ ക്യാൻ വി ഹെൽപ്പ് എന്ന് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ അവരോട് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു എന്താ പറയുക ജീവിതത്തിൽ നിങ്ങൾ കൈപിടിച്ച് ഉയർത്തിയായിരിക്കാം. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആസ്ക് ദം ടു സീക്ക് ഹെൽപ്പ്. അതായത് ഒരു പ്രോപ്പർ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഒരു സ്റ്റിഗ്മയാണ് ഇതിൽ പിടിച്ച് മാറ്റി നിർത്തുന്നത്. പക്ഷേ അവർക്ക് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിഗ്മയുടെ പ്രശ്നം ഇല്ലാന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ് ഡെഫിനറ്റ്ലി ഒരു പ്രോപ്പർ ആയിട്ട് അവർക്ക് ഹെൽപ്പ് എടുക്കാൻ പറ്റും അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. കാരണം ഒരിക്കലും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയത് കൊണ്ടോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയത് കൊണ്ടോ ഒരു മെൻ്റലി ഇൽ അല്ലെങ്കിൽ ആ ഒരു ലേബിൾ വരും എന്നുള്ളൊരു സ്റ്റിഗ്മയേക്കാൾ ഉപരി അങ്ങനെ ഒരു സ്റ്റിഗ്മയല്ല, ജസ്റ്റ് ഒരു സപ്പോർട്ട്. എല്ലാവർക്കും പ്രൊഫഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല, ബട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പ്രൊഫഷണൽസിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നതോടുകൂടി ആ വ്യക്തിയുടെ ആ പ്രവണതകൾ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അതായത് എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് എപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കുന്നത് ഇറ്റ്സ് ഓക്കെ ടു സീക്ക് ഹെൽപ്പ് എന്നുള്ളതാണ് അല്ലേ? അല്ലാതെ നമ്മളാരും, ഞാൻ എപ്പോഴും പറയും എൻ്റെ പേഷ്യൻസിനോട്, നമ്മളാരും സൂപ്പർമാനോ സൂപ്പർ ഹ്യൂമൻസ് ഒന്നും അല്ല. ഇറ്റ്സ് ആൾവേസ് ഓക്കെ ടു സീക്ക് ഹെൽപ്പ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു ജനറേഷനിൽ, അതായത് ഈ 2020 എസ്പെഷ്യലി കോവിഡിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം റേറ്റ്സ് ഓഫ് സൂസൈഡ് എന്ന് പറയുന്നത് സ്കൈ ഹൈ ആണ്. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ലാസ്റ്റ് ഫ്യൂ ഡേയ്സിൽ തന്നെ ഐ ഹാഡ് ഫാമിലി പെട്ടെന്ന് ഒരു എക്സാം ഫെയിലിയർ വാസ് ദ റീസൺ ഫോർ സൂസൈഡ്. അപ്പോൾ എന്താണ് മറിയക്ക് തോന്നുന്നത്? അതായത് നമ്മുടെ ജനറേഷന് ഏറ്റവും ഈ ഒരു സന്ദർഭത്തിൽ കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് എന്താണ്? ഇത്രയേ ഉള്ളൂ. അതായത് സൂയിസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ ജീവിച്ച് കാണിക്കുന്നതാണ് ഹീറോയിസം. ആക്ച്വലി ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് ഹീറോയിസം. അതിലൊരു പെർഫെക്ഷനിസം അല്ലെങ്കിൽ ഇങ്ങനെ പോയാലാണ് ശരി, അല്ലെങ്കിൽ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതിരിക്കുക. ജസ്റ്റ് എൻ്റെ ലൈഫ് ഏറ്റവും സിമ്പിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ മറ്റുള്ളവരുടെ ഹെൽപ്പോട് കൂടി, ഒറ്റയ്ക്കലും ഒരു വൺ മാൻ ഹീറോയിസം നമുക്ക് പ്രാക്ടിക്കലല്ല. സോ വിത്ത് ദ സപ്പോർട്ട് ഓഫ് എവ്രി വൺ, ഒറ്റയ്ക്കുള്ള ജീവിതത്തിനേക്കാൾ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി നമുക്ക് നമ്മുടെ ഇമോഷണൽ വെൽബീയിങ് മുന്നോട്ട് കൊണ്ടുപോയി ഈ സൂയിസൈഡ് റേറ്റ് നമുക്ക് ഒരുമിച്ച് എല്ലാവരുടെയും ഹെൽപ്പോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സാറിൻ്റെ അഭിപ്രായത്തിലാണെങ്കിലും? എൻ്റെ അഭിപ്രായത്തിൽ ഞാനത് അംഗീകരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ ജനറേഷനിൽ ഫസ്റ്റ് തിങ് എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പറയേണ്ട ഒരു കാര്യം, ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ ഇൻ ലൈഫ് അല്ലേ? എവറി ബാറ്റിൽ ദാറ്റ് വി ഫൈറ്റ് ഇൻ ലൈഫ് ഇസ് നോട്ട് ടു വിൻ. അത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും എല്ലാ കാര്യങ്ങളും നമ്മൾ ജയിക്കില്ല. ആൻഡ് നമ്മൾ പറയില്ല ഫെയിലിയേഴ്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഓഫ് സക്സസ് എന്നുള്ളത്. അത് എസ്പെഷ്യലി ഈ ഒരു യങ്ങർ ജനറേഷൻ നമ്മൾ പഠിപ്പിക്കണം. അത് ടീച്ചേഴ്സ് ആണെങ്കിലും, ഞാൻ എപ്പോഴും പറയും ടീച്ചേഴ്സിനോടാണെങ്കിലും പാരൻസിനോടാണെങ്കിലും, അതിലൊരു കുട്ടിയിലെ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഷുഡ് ലേൺ ഈസ് ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ. ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ ആണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ആ ഒരു റെസിലിയൻസ് നമ്മൾ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറേക്കോ. സോ ദാറ്റ്സ് നോട്ട് ഓൾ. അത് മാത്രമല്ല ഒരു കോഴ്സ്, പക്ഷേ ഡെഫിനറ്റ്ലി ഐ തിങ്ക് ദിസ് ഈസ് വൺ അഡ്വൈസ്. ഇഫ് യു ആസ്ക് മീ വൺ തിങ് ദാറ്റ് ഐ ക്യാൻ ഗിവ് യു ഇൻ ദിസ് ഷോർട്ട് വീഡിയോ ഈസ് ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ ടു ഫെയിൽ ഇൻ ലൈഫ്. സോ മറിയ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചിലപ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ നമുക്ക് ഒരാളെ ചിലപ്പോൾ കൈപിടിച്ച് നമുക്ക് വരുത്താൻ പറ്റുമായിരിക്കാം ഈ ഒരു സൂസൈഡ് പ്രിവെൻഷനിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു അവയർനെസ് നമുക്ക് എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. താങ്ക് യു.